അനി അനിയോടുള്ള കടപ്പാട് എനിക്കൊരിക്കലും മറക്കാൻ പറ്റാത്ത കാര്യമാണ്. അനി എൻ്റെ ഏറ്റവും വലിയൊരു വേദനയാണ് മാറ്റിത്തന്നത്. ഞാൻ റബ്ബറിനകത്ത് നടന്നപ്പോഴേ അവിടെ ഒരു കുഴി ഉണ്ടായിരുന്നു. ആ റബ്ബറിൻ്റെ കുഴിക്കകത്ത് എൻ്റെ കാല് വീണ് ഉളുക്ക് പറ്റി. എന്നിട്ട് 3 വർഷമായിട്ട് ഞാൻ ആ വേദന കൊണ്ട് നടന്നു. അതിനിടയ്ക്ക് കുറേ ചികിത്സകളൊക്കെ ചെയ്തു, പക്ഷേ ഒന്നും ഫലമായില്ല. ഇനി ഒരു ചികിത്സയും വേണ്ടാന്നും പറഞ്ഞുകൊണ്ട് കാല് ബാൻഡേഡ് ഇട്ട് ചുറ്റിയാണ് ഞാൻ നടക്കുന്നത്. എല്ലാ പണികളും അതുകൊണ്ടായിരുന്നു ചെയ്യുന്നത്. അങ്ങനെ ആയപ്പോൾ എനിക്കന്ന് കോഴിക്കടയുണ്ടായിരുന്നു. അപ്പോൾ അനിയോട് പറഞ്ഞ് ഇച്ചിരി കോഴിയെ കൊണ്ട് തരണേന്ന് പറഞ്ഞ് അനി അങ്ങനെ വന്നപ്പോഴാണ് ഇതുപോലെ ഞാൻ കാല് വെച്ച് കെട്ടിക്കൊണ്ട് തന്നെ അനിയുടെ അടുത്തോട്ട് ചെന്നു. അപ്പോൾ അനി ചോദിച്ചു, ഇതെന്തുവാ ചേച്ചി ഇതെന്ന് ചോദിച്ചപ്പോഴാണ് ഞാൻ പറഞ്ഞ, കുഞ്ഞെ ഇത് കാല് റബ്ബറിൻ്റെ കുഴിക്കകത്ത് വീണതാണ്, അത് ഭയങ്കര വേദനയാണ്, എനിക്ക് നടക്കാൻ പറ്റുന്നില്ല. അപ്പം ചേച്ചി ഒരു കാര്യം ചെയ്തേണ്ട, ഇവിടോട്ടൊന്ന് കിടക്ക് എന്ന് പറഞ്ഞു. ഞാൻ തറയിൽ തന്നെ കമന്ന് കിടന്നു. അപ്പോഴനി കാലേൽ ചവിട്ടി പിടിച്ചത് എനിക്ക് നല്ലതായിട്ടറിയാം. പിന്നെ എന്താ ചെയ്തതെന്നറിയത്തില്ല. പക്ഷേ ഒരു ശകലം കഴിഞ്ഞപ്പോഴത്തേക്കിന് എഴുന്നേക്കാൻ പറഞ്ഞു. എഴുന്നേറ്റു. ഞാൻ പിന്നെ ബാൻഡേഡ് ചുറ്റിയുമില്ല, നല്ല കൂളായിട്ട് ഞാൻ നടന്ന് എല്ലാ പണികളും ചെയ്തു. അതിപ്പം 4 വർഷമായി. എനിക്ക് അതിൽ നിന്നൊരു പ്രശ്നവും ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. ഞാൻ പിന്നെ ബാൻഡേഡ് ചുറ്റിയിട്ടുമില്ല. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അടുത്ത കാല് ഇതുപോലൊന്ന് കാല് സ്ലിപ്പായിട്ട് ഞാൻ ഇതുപോലെ വീണ് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒട്ടും നടക്കാൻ പറ്റാതെ വന്നപ്പോൾ എൻ്റെ അടുത്തുള്ള ഒരു മോൾ എന്നെ സ്കൂട്ടറെ വീട്ടിൽ കൊണ്ടുവന്ന് വിട്ടു. അങ്ങനെ ഞാൻ കട്ടിലേ കിടന്നുകൊണ്ട് തന്നെ അനിയോട് വിളിച്ച് പറഞ്ഞു, അനി എനിക്ക് എഴുന്നേക്കാൻ പറ്റുന്നില്ല, എനിക്കിങ്ങനെ ഒരു ചെറിയ പ്രശ്നം പറ്റി, ഞാൻ ഉച്ചയ്ക്ക് വരാൻ ചേച്ചി എന്ന് പറഞ്ഞു. അങ്ങനെ ഉച്ചയായപ്പം വന്നു. ആ കാലും അതേപോലെ തന്നെ കമിഴ്ത്തി കിടത്തി ചവിട്ടി പിടിച്ച് എന്താ ചെയ്തതെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും 10 മിനിറ്റിന് കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ എഴുന്നേറ്റു. എൻ്റെ കാലിൻ്റെ വേദനയും മാറി. നീരുണ്ടായിരുന്നത് പിറ്റേ ദിവസം ആയപ്പോഴത്തേന് പറഞ്ഞു, നീര് പിറ്റേ ദിവസത്തേക്ക് മാറത്തുള്ളെന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം ആയപ്പോഴത്തേന് അതും മാറി. അതിനുശേഷം ഒരു ദിവസം റബ്ബർ കറ എടുത്തുകൊണ്ട് ഞാനിങ്ങനെ പറമ്പിൽ കൂടെ നടന്നപ്പം കാല് തട്ടി വീണ് ഈ കൈ ചെന്ന് താഴെ ഇടിച്ചിട്ട് വിരൽ മടങ്ങിപ്പോയി. തള്ളവിരൽ മടങ്ങിപ്പോയി. അപ്പോൾ അന്നേരം അപ്പോഴും ഇതുപോലെ അനിയോട് വിളിച്ചു, എനിക്ക് ഒട്ടും പറ്റുന്നില്ല, അനി ഇങ്ങനെ ഞാനൊന്ന് വീണു. അനി ഉടനെ വീട്ടിൽ വന്ന് അതും ഇതുപോലെ തന്നെ അനി ചെയ്യുന്ന ഒറ്റ തവണ ചെയ്താൽ മതി, വീണ്ടും ചെയ്യേണ്ടി വരത്തില്ല. അപ്പം നാളെ ചെയ്യണോ കുഞ്ഞെന്ന് ചോദിച്ചാൽ അത് ചേച്ചി എന്തുവാന്ന് വെച്ചാൽ പിന്നെ പറഞ്ഞാൽ മതിയെന്ന് പറയും. അങ്ങനെ അന്ന് ആ ഒറ്റ ദിവസം കൊണ്ട് അങ്ങനെ അതും ചെയ്തു. പിന്നെ അങ്ങനെ ഇരുന്നപ്പോഴെൻ്റെ ഇളയ മോന് ബോളടിച്ചുകൊണ്ടിരുന്നപ്പം ബോളിങ്ങനെ കഴിച്ച് കൈ തിരിഞ്ഞു വന്നിട്ട് അവൻ്റെ തള്ളവിരൽ അവൻ്റെ കാലേലിടിച്ചിട്ട് ഭയങ്കര അതിവേദനയായി. അവൻ കിടന്ന് വിളിച്ചു പോയി. അപ്പോൾ അനിയുടെ വീട്ടിലുണ്ടായിരുന്നു മോന്. അപ്പം ഞങ്ങൾ ഫോൺ ചെയ്ത് പറഞ്ഞു, ഇങ്ങനൊരു സംഭവം ഉണ്ടായി, കുഞ്ഞിൻ്റെ കൈ ഇങ്ങനെ ഭയങ്കര വേദനയാന്ന്. ഉടനെ അനി ഇത് കേട്ടുകൊണ്ട് പറഞ്ഞു, ഞാൻ കൂടെ വരാൻ കുഞ്ഞെ, എന്നിട്ട് ഞാൻ നോക്കട്ടെന്ന് പറഞ്ഞു. അങ്ങനെ അനി കൂടെ വന്ന് കുഞ്ഞിൻ്റെ കയ്യെ പിടിച്ച് അത് നേരെയാക്കി, അത് ശരിയാക്കി. പിന്നെ ആ കുഞ്ഞിന് അന്നൊരു ചെറിയ വേദനയുണ്ടായിരുന്നു. പിന്നെ വേദനയും വന്നിട്ടില്ല, ഒരു പ്രശ്നവും വന്നില്ല. അങ്ങനെ ആ കയ്യും ശരിയാക്കി തന്നു. പിന്നെ ഞങ്ങളിങ്ങനെ അനിയെക്കുറിച്ച് എപ്പോഴും ഇങ്ങനെ വരുന്നവരോടെല്ലാം പറയുമായിരുന്നു. അങ്ങനെ പറഞ്ഞ അടുത്ത ഉള്ള ഒരാൾ പാലിന് വന്നപ്പം പുള്ളിക്കാരൻ പറഞ്ഞു, ഇതുപോലെ മുട്ടിന് എന്തോ പ്രശ്നമാണ്. അപ്പം ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, അനിയെ ഒന്ന് വിളിച്ചു നോക്ക്, അനി ചെയ്യുമോ എന്ന് എനിക്കറിയത്തില്ല, പ്രൊഫഷൻ അല്ലാത്തതുകൊണ്ട് ചെയ്യുമോ എന്നറിയത്തില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞെന്ന് പറയണ്ടെന്നും പറഞ്ഞു. എന്നിട്ട് വിളിച്ചെണ്ണേ പറഞ്ഞു വന്നാട്ടെന്ന് പറഞ്ഞു. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇത് ചെയ്തുകൊണ്ടിരുന്നപ്പം പുള്ളി പറഞ്ഞു, എൻ്റെ നടുവിന് വർഷങ്ങൾക്ക് മുമ്പേ ഒരു ആക്സിഡൻറ്റ് പറ്റി, അതിൽ കുറേ പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞു. അതും അനി മാറ്റി തന്നുവെന്ന് അനി പറഞ്ഞില്ല. ആ പുള്ളി തന്നെ എന്നോട് പിറ്റേ ദിവസം വന്നപ്പം പറഞ്ഞു, 28 വർഷമായ എൻ്റെ ആ ആക്സിഡൻറ്റിൻ്റെ ആ വേദന ഇപ്പോഴനി തിരുമ്മി അത് മാറ്റി തന്നതെന്ന് പറഞ്ഞു. അനിയുടെ സ്ഥാപനം നല്ല രീതിയിൽ വരണേ എന്ന ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന. കാര്യം ഈ നാട്ടിൽ ഇങ്ങനെ ഒരാൾ വേണം. ആരെ? ഞാനോ? അപ്പം മോൻ ഡോക്ടറല്ലയോ, മോനപ്പം എക്സ്റേ എടുത്തൊക്കെ നോക്കിയായിരുന്നു. അപ്പം പൊട്ടലൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അവനൊരു ബാൻഡേഡ് വാങ്ങിച്ചു തന്നിട്ട് പറഞ്ഞു, ചുറ്റിയിട്ട് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു.
പക്ഷെ ഞാൻ റെസ്റ്റ് എടുക്കത്തില്ലായിരുന്നു, അത് വേറൊരു സത്യം. പശുവുണ്ട്, റബ്ബർ വെട്ടാൻ അതുകൊണ്ട് ഞാൻ റെസ്റ്റ് എടുക്കത്തില്ലായിരുന്നു. പക്ഷേ അനി ചെയ്ത് കഴിഞ്ഞ് എനിക്ക് റെസ്റ്റിൻ്റെ ആവശ്യമേ വന്നില്ല. ഫ്രീ ആയിട്ട് നടക്കാം. കാര്യം പിന്നെ വേദന വന്നില്ല. അന്ന് ആ അനി ചവിട്ടിയതിൻ്റെ വേദന 2 ദിവസം ഉണ്ടായിരുന്നു, അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. പക്ഷേ എൻ്റെ ചവിട്ടിലാണ് വീഴുന്നത്. പക്ഷേ എൻ്റെ പിന്നെ ഉളുക്ക് പറ്റിയ ഭാഗത്ത് പിന്നെ വേദന വന്നിട്ടേ ഇല്ല. അങ്ങനെ നല്ലതായിട്ട് കുറേ പേരെ അനി അങ്ങനെ രക്ഷപ്പെടുത്തി. ഒത്തിരി ഉണ്ട്, തിരുവനന്തപുരം തൊട്ട് എറണാകുളം വരെ ആൾക്കാർ അറിഞ്ഞു കേട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ സ്ഥാപനം നല്ല രീതിയിൽ വരട്ടെ.